ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ആർ ലിവിങ് ബൈ രേഷ്മ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പനീർ കറി നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉള്ളിയാണ് വേണ്ടത്. അപ്പോൾ ആദ്യം ഞാനിവിടെ കുറച്ച് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണ്. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള എടുത്ത് നമ്മൾ നീളത്തിൽ മുറിച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു മീഡിയം സൈസ് തക്കാളി എടുക്കുക. എന്നിട്ട് ഇതുപോലെ നീളത്തിൽ മുറിച്ച് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയും കൂടി എടുക്കുക. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും അതിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി. ഇതിട്ടിട്ട് നന്നായി നമുക്കതിൻ്റെ പച്ചമണം മാറി വരുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു മിക്സ് ഒന്ന് ആറി വന്ന് നമ്മളതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ആ ടൈം കൊണ്ട് നമുക്ക് പനീർ ക്യൂബ്സാക്കി മുറിച്ച് കൊടുത്തിട്ട് അതൊന്ന് തൈര്, മുളക് പൊടി, ഉപ്പ് ഇതിലൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒന്ന് നമുക്ക് ബട്ടറിൽ സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് നമ്മളിത് സോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്. തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ സമയം കൊണ്ട് നമ്മുടെ മിക്സ് ആറിയിട്ട് വന്നിട്ടുണ്ട്. അതൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചു കൊടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുക. അത് നമ്മൾ ആ പാനിലോട്ട് തന്നെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. പനീർ ഒരു സൈഡ് ബ്രൗണായി വരുമ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും ബ്രൗണായി വന്നു കഴിഞ്ഞാൽ അത് വാങ്ങി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഈ അരച്ച മിക്സ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ ഫ്രൈ ചെയ്ത പനീർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള പനീർ കറി റെഡി. വളരെ ഈസി റെസിപ്പി അല്ലേ. ഇതുപോലുള്ള നല്ല റെസിപ്പി കിട്ടാനായിട്ട് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.